ഗുഡ് മോർണിംഗ് ഓൾ ലീഡേഴ്സ് ആൻഡ് ഫ്രണ്ട്സ്. ഇന്ന് ഈ സുപ്രഭാതം കണ്ടുണരുവാൻ അനുഗ്രഹം തന്ന ജഗദീശ്വരന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ മിറക്കിൾ മോർണിംഗ് ആരംഭിക്കാം. ഞാൻ മാഗി, തൃശൂർ ജില്ലയിൽ ഒല്ലൂരിനടുത്ത് മരത്താക്കരയിൽ താമസിക്കുന്നു. ഡയറക്റ്റ് സെല്ലിങ്ങിന്റെ അനന്ത സാധ്യത മനസ്സിലാക്കി 18 വർഷങ്ങൾക്ക് മുൻപ് സ്റ്റേറ്റ് ബാങ്കിൽ നിന്നും VRS എടുത്ത് വിന്നിംഗ് ടീം ഓർഗനൈസേഷനിലൂടെ നല്ലൊരു ബിസിനസ്മാനും വെസ്റ്റീജ് കമ്പനിയുടെ ട്രെയിനറുമായ നല്ലൊരു മോട്ടിവേറ്ററും കൂടിയായ നമ്മുടെ എല്ലാം സ്വന്തം സഹോദര തുല്യനായ സഞ്ജൻ സാറിനെ 13th എസൻഷ്യലിനെ കുറിച്ച് സംസാരിക്കുന്നതിനായി ഞാൻ സ്നേഹ ബഹുമാനങ്ങളോടെ മിറക്കിൾ മോർണിംഗിന്റെ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് വെൽക്കം സഞ്ജയ് സാർ. വെരി ഗുഡ് മോർണിംഗ്. നമസ്കാരം. വളരെയധികം എല്ലാവർക്കും നമസ്കാരം. ഇന്ന് മോർണിംഗ് മിറക്കിൾ മോർണിംഗിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്ന് മെഡിറ്റേഷൻ കഴിഞ്ഞ് വന്നിരിക്കുന്ന ഓരോരുത്തരെയും ഞാൻ ഹാർദവം സ്വാഗതം ചെയ്യുന്നു. എസ്പെഷ്യലി താങ്ക്സ് ടു മാഗി മാഡം, എന്നെ നന്നായി ഇൻവൈറ്റ് ചെയ്തു, നല്ല രീതിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. എൻ്റെ പേര് സഞ്ജൻ എന്നാണ്. ഞാൻ ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ, എൻ്റെ പേര് സഞ്ജൻ എന്നാണ്. ഞാൻ മഞ്ചേരിയിൽ സംസാരിക്കുന്നത്. നമ്മുടെ വിന്നിംഗ് ടീമിന്റെ പ്ലാറ്റ്ഫോം വൺ ഓഫ് ദ പ്യൂറസ്റ്റ് പ്ലാറ്റ്ഫോം, വെരി പവർഫുൾ പ്ലാറ്റ്ഫോം. ഇതിന്റെ ഈ പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ വിന്നിംഗ് ടീമിന്റെ സാരഥികൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, വളരെ പവർഫുൾ ആയിട്ടുള്ള ലീഡർഷിപ്പാണ് ഈ വിന്നിംഗ് ടീമിന്റെ. എസ്പെഷ്യലി നമ്മളെ ഗ്രേറ്റ് മെന്റർ SP ബാദൽ സാർ, അതുപോലെ കേരളത്തിൽ തന്നെ നമുക്കറിയാം ഭരതേട്ടൻ, അതേപോലെ ജ്യോതി സാർ, വെങ്കടേഷ് ജി, യങ് യൂത്ത് ഐക്കൺസ് സുധീഷ്, ശ്രീദാസ്, ഇവരെല്ലാവരും തന്നെ വണ്ടർഫുൾ. മനോജ് പാറയില്, ഇങ്ങനെ ഒരുപാട് ലീഡേഴ്സ് ഓൾ ഓവർ കേരളയില് സ്പ്രെഡ് ആയിട്ട് കിടക്കുന്ന ഒരു വലിയൊരു ഓർഗനൈസേഷൻ. സ്പെഷ്യലി ഇൻ കേരള വളരെ എന്താ പറയാ, നല്ലൊരു, നമുക്ക് എല്ലാവർക്കും ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയും. സോ ഈ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും, നമ്മളിപ്പം അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന വെസ്റ്റീജ് ബിസിനസ്സിലും വിന്നിംഗ് ടീമിന്റെ പ്ലാറ്റ്ഫോം, വിന്നിംഗ് ടീം പോലത്തെ ഒരു ഓർഗനൈസേഷൻ എന്തിന് ഫോം ചെയ്തു എന്ന് വെച്ചാൽ നമുക്ക് ഒരു കൾച്ചർ ഡെവലപ്പ് ചെയ്യാനും എസ്പെഷ്യലി നമ്മളെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് വരുത്തിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളെ ലൈഫ് ചേഞ്ചിങ് എഡ്യൂക്കേഷൻ ആണ് വിന്നിംഗ് ടീം ഓർഗനൈസേഷൻ നമുക്ക് തരുന്നത്. സോ മിറക്കിൾ മോർണിംഗിന്റെ പ്ലാറ്റ്ഫോമിൽ എന്നെ ഇൻവൈറ്റ് ചെയ്ത് സ്പെഷ്യലി വെങ്കടേഷ് ജീനെ വളരെയധികം താങ്ക്സ് പറയുന്നു. കാരണം നമുക്കറിയാം ഈ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ വളരെ ഒരുപാട് ആൾക്കാരെ വലിയ ലെവലിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നത്, മീൻസ് ഏത് ബാക്ക്ഗ്രൗണ്ടിലുള്ള ആൾക്കാരെ പോലും വലിയ ലെവലിൽ ഉയർത്തിക്കൊണ്ടുവന്നവരാണ്. അത്രയും പവർഫുൾ ആണ്. സോ ഇന്ന് സ്പെഷ്യലി നമുക്ക് എല്ലാവർക്കും അറിയാം, വിന്നിംഗ് ടീമിന് ഒരു CEP റൺ ചെയ്യുന്നുണ്ട്, കണ്ടിന്യൂസ് ലേണിംഗ് പ്രോഗ്രാം. കൂടെ നമുക്ക് എഡ്യൂക്കേഷൻസ്, ഏതൊരു കാര്യത്തിലും നമുക്ക് മനസ്സിലാക്കേണ്ടത് ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം വേണം. ഈ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇല്ലാതെ നമ്മൾ തന്നെ അറിയാം, നമുക്ക് ഒരു കോളേജ് പഠിക്കുകയാണെങ്കിൽ, സ്കൂൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് ബുക്സും എല്ലാം വേണം. ഒരു എഡ്യൂക്കേഷൻ, ഒരു ലേണിംഗ് പ്രോസസ് കൂടെ കടക്കണം. നമുക്ക് എല്ലാവർക്കും അറിയാം. എന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് വെച്ചാൽ പ്യൂർലി ഞാനൊരു ബാങ്കിങ് ഇൻഡസ്ട്രിയിൽ കൂടെ മാത്രമേ ഞാൻ കടന്നു വന്നിട്ടുള്ളൂ. എൻ്റെ വൈഫും ബാങ്കിങ് ഇൻഡസ്ട്രിയിൽ, ഞങ്ങൾക്ക് യാതൊരു രീതിയിലും ബിസിനസ് ബാക്ക്ഗ്രൗണ്ടുള്ള ഫാമിലിയിൽ ആരും തന്നെ ബിസിനസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഈ വിന്നിംഗ് ടീമിന്റെ പ്ലാറ്റ്ഫോമിൽ നമുക്ക് സംസാരിക്കാൻ തരിക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യം തന്നെ. താങ്ക്സ് ഗോഡ്. നമ്മൾ അറിയാം, നമുക്ക് യൂണിവേഴ്സ് വളരെ പവർഫുൾ ആണ്. യു ആസ്ക് എനിത്തിങ് ടു ദ യൂണിവേഴ്സ് വിൽ ഗിവ് ഇൻ അബൻഡൻസ്. അതുകൊണ്ട് മോർണിംഗ്, നമ്മുടെ മിറാക്കിൾ മോർണിംഗ്, നമ്മളെപ്പോഴും പറയാറുണ്ട് നമ്മൾ തന്നെ ഒരു മിറാക്കിളാണ്. കാരണം രാവിലെ എഴുന്നേക്കുന്ന സമയത്ത്, ഇന്ന് എഴുന്നേക്കുന്ന സമയത്ത് നമ്മൾ എഴുന്നേക്കുക എന്നുള്ള സാധനം ഇറ്റ്സ് എ പ്യോർലി മിറാക്കിൾ. സോ നിങ്ങൾക്ക് അത് ശരിയാന്ന് തോന്നുമെങ്കിൽ യു ക്യാൻ ജസ്റ്റ് കമന്റ് ഇൻ ദ ചാറ്റ് ബോക്സ്, യെസ് ഐ ആം എ മിറാക്കിൾ. മിറാക്കിൾ മോർണിംഗ് എന്ന് വെച്ചാൽ നമുക്ക് വേൾഡിൽ, ഈ പ്രപഞ്ചം മുഴുവനും ഇന്നൊരു ദിവസം രാവിലെ എഴുന്നേക്കുന്ന സമയത്ത് നമ്മൾക്ക് ഒരു ഗ്യാരണ്ടി ഇല്ലാതെ നമുക്ക് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് നമ്മളെ ഈ പ്രപഞ്ചത്തിൽ നിന്ന് 1,50,000 ആൾക്കാർ വിതൗട്ട് എനി ഗ്യാരണ്ടി ഇന്ന് പോയിട്ടുണ്ട്. സോ നമ്മൾ നമ്മളെ തന്നെ പാക്ക് ചെയ്യണോ, ഞാൻ എഴുന്നേറ്റു, ദാറ്റ് ഇസ് മിറക്കിൾ. ഇറ്റ്സ് എ മിറക്കിൾ അവേക്കനിങ് പോസിബിലിറ്റീസ്. നമ്മളൊന്ന് പാക്ക് ചെയ്യാവോ, താങ്ക് ഗോഡ് ഞാൻ എഴുന്നേറ്റല്ലോ. പിന്നെ താങ്ക് ചെയ്യേണ്ട സെക്കൻഡ് താങ്ക്സ് എന്ന് പറഞ്ഞാൽ, ഇവിടെ ഇരിക്കുന്ന എന്റെയും നിങ്ങളെ ഫാമിലീസിൽ ക്ലോസ് ആയിട്ടുള്ള 5 പേര്, റിലേറ്റീവ്സ്, ഫ്രണ്ട്സ്, അവരും ഇന്ന് എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ യു പാറ്റ് ദം, താങ്ക് ഗോഡ്. നമുക്ക് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ്, ഫ്രണ്ട്സ് ഒക്കെ ഇന്ന് സുഖമായി എഴുന്നേറ്റു. സോ ഇതൊരു കോൺഷ്യസ്നെസ് ആണ്. കാരണം നമുക്കറിയാം, നമ്മളെപ്പോഴും മിറാക്കിൾ എന്ന് പറയുകയാണെങ്കിൽ വാട്ട് ഈസ് റിയലി മിറാക്കിൾ എന്ന് വെച്ചാൽ നത്തിങ് ബട്ട് നമ്മൾ യാതൊരു രക്തബന്ധമില്ലാത്ത ഒരുപാട് ആൾക്കാർ
പ്രപഞ്ചത്തിന്റെ ഉള്ളിൽ കൂടെ നമ്മളെ അവേക്കിങ് ചെയ്തുകൊണ്ട് നമ്മളൊരു വലിയൊരു പ്രൊജക്റ്റും വലിയൊരു ഐഡിയോളജിയിൽ വർക്ക് ചെയ്ത് കൊടുക്കുന്ന ഒരു ഓർഗനൈസേഷന്റെ കീഴിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. സോ വി ആർ വെരി പ്രൗഡ് ഓഫ് ഇറ്റ്. നമുക്കറിയാം നമ്മളെ ഈ പ്രോഗ്രാമിന്റെ മെയിൻ ഉദ്ദേശം, സുധി, താങ്ക് യു, ഐ എം എ മിറാക്കിൾ, ഓൾസോ ദ യൂണിവേഴ്സ് ഈസ് ഓൾസോ മിറാക്കിൾ, ഫാന്റാസ്റ്റിക്, ഗ്രേറ്റ്. സോ നമുക്കറിയാം നമ്മളെ ഇത്രയും ലീഡർഷിപ്പ്, നമ്മളെപ്പോഴും പറയാറുണ്ട്, ഇപ്പൊ ജ്യോതി സാറൊക്കെ എന്ന് വെച്ചാൽ ഒരു 110 kV ലൈൻ മുകളിൽ കൂടെ പോകുമ്പോൾ കറണ്ട് അടിക്കുന്ന പോലെ അത്രയും പവർഫുൾ ലീഡർഷിപ്പ്. അതിന് താഴെ വന്ന് ഓട്ടോമാറ്റിക് ഗ്രോ ചെയ്യും. സുധീഷ്, എല്ലാ ആൾക്കാരും ഇറ്റ്സ് എ ഫിനോമിനൽ ഗ്രോത്ത് ഉണ്ടാക്കുന്ന, റെക്കോർഡ് ബ്രേക്കിംഗ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷന്റെ കേരളത്തിന്റെ ഒരു പാർട്ടാവാൻ പറ്റും. സോ അതിനൊപ്പം തന്നെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്, നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ കോൺഷ്യസ് ആവാത്ത ഒരു ഏരിയ ആണ് നമ്മൾ എന്തിന് പഠിക്കണം. നമ്മൾ സ്കൂൾ കഴിഞ്ഞു, അത് പഠിക്കണം എന്നെന്തിന്. പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സത്യം, വിത്തൗട്ട് എഡ്യൂക്കേഷൻ, വിത്തൗട്ട് ലേണിംഗ് യു കനോട്ട് ഗ്രോ. ലേണിംഗ് എന്ന് പറഞ്ഞാൽ ഏർണിങ്സ് ഉണ്ടാക്കണമെങ്കിൽ യു ഹാവ് ടു ഗോ ത്രൂ ലേണിങ്സ്. ഇപ്പൊ ഞാൻ ബാങ്കിൽ വെറും ക്യാഷ് കൊടുത്ത ഒരാളാണെങ്കിൽ ഞാൻ ഇനി പഠിക്കൂല എന്ന് പറഞ്ഞാൽ ഐ കനോട്ട് ഗ്രോ വിത്ത് എനി ഓഫ് ദ പ്രോസസ്. ഇവിടെ നമുക്ക് വിന്നിംഗ് ടീം ഒരു വളരെ എസെൻസ് ആയിട്ട് 13 എസെൻഷ്യൽ, ഈ ബിസിനസിന് വേണ്ടി 13 എസെൻഷ്യൽ പറഞ്ഞിട്ടുണ്ട്. ഈ എസെൻഷ്യലില് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് മിഞ്ഞാന്ന് സുധീഷ് മർനാട് കംപ്ലീറ്റ് കവർ ചെയ്തു. അതുപോലെ ഇന്നലെ ശ്രീദാസ് ഫാന്റാസ്റ്റിക് ആയിട്ട് കവർ ചെയ്ത സാധനമാണ് ഡ്രീമിനെ ഷെയർ ചെയ്യുന്ന സാധനം, ഡ്രീം എക്സസൈസും. അതുപോലെ സുധീഷ് പറഞ്ഞു, ഇവരൊക്കെ യൂത്ത് ഐക്കണെന്ന് വെച്ചാൽ ഇന്ന് കേരളത്തിനെ സംബന്ധിച്ച് നമുക്കൊക്കെ പ്രൈഡ് ഫീലിംഗ്, ഏതൊരു വിഭാഗത്തിലെ ആൾക്കാരെയും ഇൻസ്പയർ ചെയ്യാൻ പറ്റുന്ന ഫാമിലീസ് ആണ്. എസ്പെഷ്യലി ഈ യൂത്ത് ഐക്കൺസ് ഒക്കെ കേരളത്തിൽ വർക്ക് ചെയ്യുന്നത്. മീൻസ് ഇപ്പൊ നമുക്കറിയാം ഓരോ ആൾക്കാർ ഇതിൽ വളരെ താങ്ക് യു, എക്സാക്ട്ലി, വെരി ട്രൂ. എസ്പെഷ്യലി ഇപ്പൊ നോക്കുകയാണെങ്കിൽ ജ്യോതി സാറൊക്കെ സിൽക്ക് ബോർഡിലെ സയന്റിസ്റ്റായി വർക്ക് ചെയ്തവർ ഈ ഇൻഡസ്ട്രിയിൽ വരുമ്പോൾ നമുക്കറിയാം, ഈ സക്സസ് പ്രൊഫൈലിൽ കാണിച്ചു കൊടുക്കുമ്പോൾ ഈ ബിസിനസ് ബിൽഡ് ചെയ്യാനുള്ള പ്രോസസ് വെച്ചാൽ ഇറ്റ്സ് പ്യോർലി ത്രൂ എ സിസ്റ്റം. വിത്തൗട്ട് സിസ്റ്റം യു കനോട്ട് ബിൽഡ് എ ബിസിനസ്. അതുകൊണ്ട് തന്നെ 13 എസെൻഷ്യലിൽ മെയിൻ ആയിട്ട് കവർ ചെയ്ത കുറച്ച് കാര്യം, സെൻസ് ഓഫ് അർജൻസി, അതുപോലെ തന്നെ സെറ്റ് ദ പ്രയോറിറ്റി, നമ്പർ 1 സെറ്റ് ദ പ്രയോറിറ്റി, ഹയസ്റ്റ് പ്രയോറിറ്റി. എസ്പെഷ്യലി 2024 എന്ന് പറഞ്ഞാൽ set the highest priority. എല്ലാ സാധനം പ്രയോറിറ്റി സെറ്റ് ചെയ്യുക. ദെൻ യു ഹാവ് ടു ഗോ ഫോർ ദിസ് സെൻസ് ഓഫ് അർജൻസി, നോ ഡിപ്പെൻഡൻസി, ഡ്രീം എക്സസൈസ്. ഇനി ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഒരു മേജർ 3 എണ്ണുണ്ട്. എനിക്ക് തോന്നുന്നു വെങ്കടേഷ് ജി എന്നെ വളരെ അറിഞ്ഞുകൊണ്ട് ഫോഴ്സ് ചെയ്ത് പറയിപ്പിച്ചാണെന്ന് അറിയില്ല. 3 ഇമ്പോർട്ടന്റ് ഇതാണ്. ഒന്ന്, ഡെവലപ്പ് എ ബിസിനസ് മെന്റാലിറ്റി. ഡെവലപ്പ് എ ബിസിനസ് മെന്റാലിറ്റി എന്ന് പറയാൻ നമ്മളൊരു ബിസിനസ്സിലാണെന്ന് അറിയണം. ആ ബിസിനസ്സിൽ നമുക്കൊരു ബിസിനസ് മൈൻഡ് സെറ്റ് നമുക്ക് ഡെവലപ്പ് ചെയ്യണം. നോർമലി ഒരു എംപ്ലോയ്മെന്റ് മൈൻഡ് സെറ്റ് ഞാൻ സേവ് ചെയ്യണം, എത്രമാത്രം ചെലവ് കുറയ്ക്കാൻ പറ്റും, എവിടേക്ക് പോകാൻ പറ്റാതിരിക്കുക, എവിടേക്ക് ചുരുക്കാൻ പറ്റും എന്ന് ചിന്തിക്കുകയാണെങ്കിൽ ബിസിനസ് മെന്റാലിറ്റി ഇസ് നത്തിങ് ബട്ട് യു ഹാവ് ടു ഇൻവെസ്റ്റ്. കാരണം നമ്മൾ പീപ്പിൾ ബിസിനസ്സിലാണ്, നമ്മൾ പ്രൊഡക്റ്റ് ബേസ്ഡ് ബിസിനസ്സിലല്ല, നമ്മൾ പീപ്പിൾ ഡെവലപ്പിംഗ് ബിസിനസ് ആയതുകൊണ്ട് തന്നെ വി ഹാവ് ടു ഇൻവെസ്റ്റ്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. എവിടേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം വെച്ചാൽ നമ്മൾ ടൂൾസിൽ ഇൻവെസ്റ്റ് ചെയ്യണം. സ്പെഷ്യലി വിന്നിംഗ് ടീമിന്റെ ടൂൾസ് ഫാന്റാസ്റ്റിക് മലയാളത്തിലുണ്ട്. 10 സ്റ്റെപ്പിന്റെ ടൂൾസ് ഉണ്ട്, CEPs ഉണ്ട്. സോ നിങ്ങൾക്ക് ഏത് കാറ്റഗറിയിലെ ആൾക്കാരെയും ഈ ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് അവർക്ക് കറക്റ്റ് ആയിട്ട് ടൂൾ എത്തിക്കുക എന്നുള്ളത്. ഇപ്പൊ നമുക്ക് തന്നെ അറിയാം, നമ്മളൊരു ഫാൻ റിപ്പയർ ചെയ്യണമെങ്കിൽ അതിന് പറ്റിയൊരു സ്ക്രൂ ഡ്രൈവർ നമ്മൾ ഒരിക്കലും വാച്ചിന് യൂസ് ചെയ്യുന്ന സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് അതിന് അഴിക്കാൻ പറ്റില്ല. അതുപോലെ വലിയൊരു സ്പാനർ വെച്ചിട്ട് ചെറിയൊരു നട്ടിന് അഴിക്കാൻ പറ്റില്ല. മീൻസ് അത് ഫിറ്റ് ആവില്ല. സോ നമുക്ക് ടൂൾസിനെ കുറച്ച് മനസ്സിലാക്കണം, ടൂൾസിൽ ഇൻവെസ്റ്റ് ചെയ്യണം. നമ്മൾ പലപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുന്ന, പലപ്പോഴും നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങാൻ പൈസ, ഞാൻ എപ്പോഴും പറയും, ഒരു 5000 രൂപ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ പ്രൊഡക്റ്റ് വാങ്ങാനിലേക്കാണോ ഫോക്കസ്ഡ് ആവുന്നത്, ടൂൾസ് വാങ്ങാൻ ഫോക്കസ്ഡ് ആവണമെങ്കിൽ, ഒരു ബിസിനസ് മൈൻഡ് സെറ്റിൽ പോവുകയാണെങ്കിൽ, ബിസിനസ് മെന്റാലിറ്റി ആണെങ്കിൽ ഡെഫിനറ്റ്ലി അതിൽ ടൂൾ മൂവ് ചെയ്യുന്നതിലാണ് കളി. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ ടൂളിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങളത് ആ ടൂൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ വ്യക്തി അത് പഠിച്ചിട്ടില്ലെങ്കിൽ, സപ്പോസ് അവരുടെ ബ്രദർ അത് പഠിച്ചാൽ പോലും ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു സാധ്യത. സോ ദാറ്റ് മീൻസ് നമുക്ക് പെട്രോൾ, നമ്മൾ ട്രാവൽ ചെയ്യേണ്ടി വരും. അപ്പൊ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ അത്രയും ദൂരം പോകണ്ടേ. അപ്പൊ ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ, സോ ഒരിക്കലും വിചാരിക്കരുത് നമ്മുടെ വീടിന്റെ ചുറ്റുപാടിലെ ആൾക്കാർ 6 ആൾക്കാർ ഗ്രോ ചെയ്ത് ഞാൻ ക്രൗൺ ആവും, ഞാൻ UCD ആവും, ഞാൻ UCD ആവും ചിന്തിക്കരുത്. എപ്പോഴും മനസ്സിലാക്കേണ്ടത്, നമ്മളുടെ ഏറ്റവും നല്ല ലീഡർഷിപ്പില്ലെങ്കിൽ ഏറ്റവും നല്ല പ്രോസ്പെക്ട്സ്, ഏറ്റവും നല്ല ഡ്രീം ഡ്രിവൺ ആൾക്കാർ എപ്പോഴും വളരെ ഫാറിലായിരിക്കും. സോ നമുക്ക് ട്രാവൽ ചെയ്യേണ്ടി വരും. സോ യു ഹാവ് ടു ഇൻവെസ്റ്റ് ഇൻ ടൂൾസ്.
സോ എന്തൊക്കെ ടൂൾസ് ഉണ്ട് വെച്ചാൽ വി ഹാവ് സോ മെനി ടൂൾസ്. സക്സസ് പ്രൊഫൈൽ ഈസ് എ ബെസ്റ്റ് ടൂൾ. ആ ടൂൾസ് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അതിന് എന്തുകൊണ്ടാണ് ഇത് ടൂൾസ് പറയുന്നത് വെച്ചാൽ, സപ്പോസ് ഒരു കഴിവുള്ള ഒരാൾ ചിലപ്പോൾ ബിസിനസ് ബിൽഡ് ചെയ്യും, പക്ഷെ കഴിവില്ലാത്ത ഒരാൾക്ക് ചിലപ്പം ബുക്ക് മറിച്ചു കൊടുത്ത് കാണിച്ചു കൊടുക്കാം. ഒരു തേർഡ് പാർട്ടി, ഇന്നലെ നിങ്ങൾ എഴുതിയെടുത്തോന്നറിയില്ല, ശ്രീദാസ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ തേർഡ് പാർട്ടി അപ്രോച്ച് ചെയ്യുക. സി, ഹീസ് എ സയന്റിസ്റ്റ്, ഹീസ് എ വേദിക് സ്കോളർ, ഹീസ് എ സ്റ്റുഡന്റ്, ഹീസ് എ MBA സ്റ്റുഡന്റ്, ഇവർ ഇത് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാണുന്ന ഒരാൾക്ക് റിലേറ്റ് ചെയ്യാൻ ഒരാൾക്ക് പറ്റും. സപ്പോസ് ഒരു ലോറി ഡ്രൈവർ ആണ് അയാള്, ഇല്ലെങ്കിൽ ഒരു കൃഷി ചെയ്യുന്ന ഒരാൾക്ക് ബുക്ക് കാണിക്കുമ്പോൾ ഒരു ഡോക്ടറെ റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചുള്ള നമ്മൾ എത്ര സംസാരിച്ചാൽ വേർഡ്സ് അബ്സോർവ് ചെയ്യുന്നത് കുറവായിരിക്കും. പിന്നെ ആ ആള് നമ്മളെ കാണുള്ളൂ, നമ്മളിൽ കൂടിയാണ് അയാൾ എല്ലാം കാണുന്നത്. അതുകൊണ്ട് അതല്ല നമ്മൾ കാണിക്കേണ്ടത്, ബിഗർ പിക്ചർ കാണിക്കണേ. ബുക്സ്, പ്രത്യേകിച്ച് പ്രിന്റഡ് മെറ്റീരിയൽസ്. പീപ്പിൾ ബിലീവ് ഇൻ 3 things. വൺ ഈസ് പ്രിന്റഡ് മെറ്റീരിയൽ. സപ്പോസ് ന്യൂസ് പേപ്പറിൽ ഇന്ന് സ്കൂൾ അവധിയെന്ന് പറഞ്ഞാൽ പോലും ആൾക്കാർ വിശ്വസിക്കില്ല, പത്രത്തിലുണ്ടോ എന്ന് നോക്കും. സോ നമ്മള് ആ പ്രിന്റഡ് മെറ്റീരിയൽ. പിന്നത്തെ ഒരു സാധനം ഒത്തന്റിസിറ്റി. നമ്മൾ ചിലപ്പം വലിയ പിന്നിലായിരിക്കും, പക്ഷെ സപ്പോസ് നമ്മൾ ഗ്വാളിയറിൽ പോവാണ്, അവിടെ പോകുമ്പോൾ നമ്മൾ ആരും ആയിരിക്കില്ല. അപ്പൊ നമുക്ക് ഒരു ബുക്ക് വെച്ച് കഴിഞ്ഞാൽ അവർ പ്രിന്റഡ് മെറ്റീരിയലിന് പുള്ളി പ്രൊഫൈൽ കാണുമ്പോൾ അവർ വിശ്വസിക്കാൻ തുടങ്ങും. സോ പീപ്പിൾ വിൽ ബിലീവ് ഇൻ 3 things. ദെൻ മാസ് കമ്മ്യൂണിക്കേഷൻ, മേജർ ഫംഗ്ഷനിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ, സോ ഇപ്പൊ അറിയാം, ഫാമിലി റിയൂണിയൻ വരുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ ഒരാളെ കൊണ്ടുപോകേണ്ടി വരും. അങ്ങനെയൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് യു ഹാവ് ടു തിങ്ക് ഇൻ ദ ബിസിനസ് മെന്റാലിറ്റി, ജോബ് മെന്റാലിറ്റി, സേവിങ്സ് മെന്റാലിറ്റി, ബിസിനസ് മെന്റാലിറ്റി, ഇൻവെസ്റ്റ്മെന്റ് മെന്റാലിറ്റി. സോ യു ഹാവ് ടു ഇൻവെസ്റ്റ് ഇൻ പീപ്പിൾ. സോ ഇതൊരു വലിയൊരു ഇമ്പോർട്ടൻ്റ് ആണ്. ഈ തോട്ടാണ് ഇമ്പോർട്ടന്റ്. ഈ തോട്ട് എന്ന് പറഞ്ഞാല് ബിസിനസ് ആണെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ഡിഫറെന്റ്. കാരണം യുവർ ഇൻവെസ്റ്റ്മെന്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതിനനുസരിച്ച് റിട്ടേൺസ് വരും. സോ എത്ര പേര് ടൂൾസ്, എൻ്റെ അടുത്ത് മോർ ദാൻ 30,000 ടൂൾസ് ഉണ്ട്, ഇവിടെ തന്നെ ഉണ്ട്, ഞാൻ വീട്ടിൽ വെച്ചിട്ടുണ്ട്. കാരണം വൈ, നമുക്ക് ഏത് ടൂൾ എപ്പം കൊടുക്കണം എന്ന് അറിഞ്ഞിരിക്കണം. അതാണ് മെയിൻ. അധികം ആൾക്കാരുടെ മൈൻഡ് സെറ്റ് പെട്ടെന്ന് ഒരു പ്രോട്ടീൻ പൗഡർ കഴിക്കണം എന്ന് പറയുന്നതിനെക്കാട്ടി ഇമ്പോർട്ടൻ്റ് ഒരാളുടെ ഡ്രീം എക്സസൈസ് ചെയ്തിട്ട് ആ ആളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ആ വ്യക്തി ചിലപ്പോൾ എന്തും ചെയ്യാൻ തീരുമ്പോൾ നിങ്ങളെ പറയുന്ന സമയത്ത് ആ ആളെ അക്സെപ്റ്റ് ചെയ്യും. സോ അതുകൊണ്ടാണ് തേർഡ് പാർട്ടി അപ്രോച്ച് ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. നൗ ദിസ് ബിസിനസ് ഈസ് ഓൾ അബൌട്ട് മൊമെന്റം. ആൾക്കാരെ അടുത്ത സ്റ്റേറ്റ്മെന്റ് ആണ്, സോ റെഡി ഫോർ ഇൻവെസ്റ്റിംഗ്. ചെറിയ ഇൻവെസ്റ്റ്മെന്റ് ചെയ്താൽ മതി. ഞാൻ വിന്നിംഗ് ടീമിന് കുറെ സാധനമല്ല വാങ്ങാം. ഞാൻ എല്ലാ മാസവും ഒരു 1,000 to 1,500 to 2,000 വാങ്ങും. കുറച്ച് നമ്മൾ വാങ്ങിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരു 10 മാസം ആകുമ്പോൾ 20,000 ടൂൾ നമ്മൾ എടുത്ത് വരുള്ളൂ. സോ ചെറിയ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഡു സ്മോൾ തിങ്സ് വിത്ത് ഗ്രേറ്റ് ലവ്, ഡോണ്ട് ഡു ബിഗ് തിങ്സ്. വലിയ കാര്യം നമ്മുടെ അടുത്ത് വന്നു ചേരുക. ചെറിയ കാര്യം ചെയ്യുക. ഒരു മാസം നമുക്ക് ക്രെഡിറ്റ് വരുന്നു, 10ാം തീയതി ക്രെഡിറ്റ് വരുന്നു, ഒരു 1,000, 1,500 വരെ സാധനം നമ്മൾ ടൂൾസ് വാങ്ങാം. മേ ബി ഫ്ലിപ്പ് ചാർട്ട് വാങ്ങാം, ഇല്ലെങ്കിൽ നമ്മളെ സക്സസ് പ്രൊഫൈൽ വാങ്ങാം, ഇല്ലെങ്കിൽ ബിസിനസ് പ്ലാന്റെ ഇത് വാങ്ങാം. നല്ലൊരു, ഇപ്പൊ ഏറ്റവും നല്ല സാധനമാണ് ബിസിനസ്. അതിന് ഏറ്റവും റീസൺ ഞാൻ പറഞ്ഞുതരാം. സി, ഞാനും വൈഫും സത്യം പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഞാൻ സംസാരിക്കുന്ന മലയാളത്തിലാണെങ്കിൽ എനിക്ക് എഴുതാൻ അറിയില്ല, വൈഫിനും എഴുതാൻ അറിയില്ല. വൈ വി ബിക്കം സക്സസ്ഫുൾ? ബിക്കോസ് വി ഹാവ് ബീൻ ടു മൂവിങ് ദ ടൂൾസ്. ഞങ്ങൾക്ക് വായിക്കാൻ അറിയില്ലെങ്കിൽ വായിക്കാൻ അറിയുന്ന ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കാമല്ലോ. സോ ഐ ടെൽ ദിസ്, ഇതൊന്ന് വായിച്ചു നോക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വായിക്കുമ്പോൾ ഇറ്റ് സീംസ് ഗുഡ്, ഇത് നല്ലതെന്ന് തോന്നുന്നു, നമ്മുടെ വരുന്നു. സോ നമ്മളുടെ വീക്ക്നെസ്സിനെ ഹൈഡ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ഇതാണ് ടൂൾസ് ഇൻവെസ്റ്റ് ചെയ്യാൻ. റെഡി ടു ടൂൾസ്. സപ്പോസ് നമ്മളൊരു വണ്ടി വാങ്ങിയ അതിൽ ഒരു സ്റ്റെപ്പിനിയും ഇല്ല, സ്പാനറും ഇല്ല, ഒരു ജാക്കിയും ഇല്ലെങ്കിൽ നമ്മൾ എവിടെ ലോങ് ഡ്രൈവിൽ പോകുമ്പോൾ നമ്മൾ ഉള്ളിൽ അറിഞ്ഞോ അറിയാതെ ഒരു ഫിയർ ക്രിയേറ്റ് ആവും. യെസ് ഓർ നോ? ഇഫ് യു ഫീൽ യെസ്, ടൈപ്പ് യെസ്. കാരണം എനിക്ക് ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത് ഐ വിൽ ഫീൽ ദാറ്റ് യു ആർ ലിസണിങ് ടു മീ. സോ ടൂൾസിൽ ഇൻവെസ്റ്റ്. ടൂൾ ഈസ് ദ ഗ്രേറ്റസ്റ്റ് സീക്രട്ട്, ഇല്ലെങ്കിൽ ഗ്രേറ്റസ്റ്റ് അസറ്റ്. ഇല്ലെങ്കിൽ ടൂൾസ് ഉണ്ടാകുന്ന സമയത്ത് നമ്മളുടെ ഉള്ളിലൊരു ധൈര്യം വരും. കാരണം അവരെന്ത് പറയുന്ന സമയത്ത് നമുക്ക് അപ്പൊ തോന്നണം. ഇപ്പൊ ഇന്നലെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു, ഒരു ചെറിയ ഇൻസിഡന്റ് പറയാം. ശ്രീദാസ് കരലു പറഞ്ഞു നമുക്ക് ഡോക്ടർക്ക് പ്ലാൻ കാണിക്കാം. അപ്പൊ തന്നെ എനിക്ക് RB ഗുപ്തനെ ഓർമ്മ വന്നു. RB ഗുപ്തനെ കാണിച്ചു കൊടുത്താൽ ഹീസ് എ ഫിസിഷ്യൻ, സ്റ്റേജിൽ വെച്ച് പറഞ്ഞ ഐ എം എ ഫിസിഷ്യൻ, MD ഉണ്ട്. അപ്പൊ നമുക്ക് RB ഗുപ്തനെ കാണിച്ചു കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ ഒരു ഡോക്ടറെ കാണിച്ചു കൊടുക്കുമ്പോൾ സമയത്ത് ആ ഡോക്ടർ ചിലപ്പോൾ റിലേറ്റ് ചെയ്യും ഈ ഡോക്ടറെ. സോ പ്രൊഫൈൽ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. യെസ്, ഓക്കെ. നൗ നമ്പേഴ്സ്, ഇതിപ്പോ ഞാൻ 5th എസെൻഷ്യലിന്റെ കാര്യം പറഞ്ഞേ. നമ്പർ 6 ഈസ് ക്രിയേറ്റ് എ മൊമെന്റം. എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട ഈ ബിസിനസ് എക്സൈറ്റ്മെന്റ് വേണം, ഈ ബിസിനസ്സിൽ ആൾക്കാരെ നമ്പർ വേണം. ഇഫ് യു നമുക്ക് കൂടുതൽ പൈസ, എത്ര ആൾക്കാർക്ക് കൂടുതൽ 1 lakh 2 lakh 3 lakhs വേണ്ട വരും. എപ്പോഴും മനസ്സിലാക്കേണ്ടത് വോള്യൂം ഉണ്ടെങ്കിലോ പ്രോഫിറ്റ് വരുള്ളൂ. നമ്പർ വേണം. നമ്പർ 2,
നമുക്കൊരു പിന്നുണ്ട്, റാങ്ക് വേണം. നമ്പർ 3 നമുക്ക് സ്ട്രക്ചർ വേണം. സോ നമ്മളെ സംബന്ധിച്ചോളം കൂടുതൽ നമ്പേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ കൂടുതൽ മൊമെന്റം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സെൽഫ് മൊമെന്റം ഉണ്ടാവും, ടീം മൊമെന്റം ഉണ്ടാവും. സോ മൊമെന്റം ഈസ് നത്തിങ് ബട്ട് മാസ് ഇൻ ടു വെലോസിറ്റി. എപ്പോഴും നമുക്കറിയാം, ഒരു ട്രെയിൻ, നിർത്തിയ ട്രെയിൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അത് കുറച്ചൊന്ന് സ്പീഡ് പിടിക്കണമെങ്കിൽ കുറച്ച് സമയം എടുക്കും, അത് കുറച്ച് ഫ്യൂൾ പുറത്തേക്ക് തള്ളും. പക്ഷെ വൺസ് ഇറ്റ് ഗെയിൻസ് എ മൊമെന്റം, പിന്നെ അതിന്റെ ബോഗിക്ക് എഫേർട്ട് ഇല്ല, ഇല്ല എഞ്ചിൻ എഫേർട്ട് ഇല്ല. അവർക്കറിയാം, നിങ്ങൾക്ക് ഓടുന്ന ട്രെയിനിൽ കണ്ടറിയാം, ചിലപ്പോൾ അവർ സ്ലോ ഡൗൺ ചെയ്താലും വണ്ടി മൊമെന്റം ബിൽഡ് ചെയ്യുന്നുണ്ടാവും. സോ മൊമെന്റം ഈസ് നത്തിങ് ബട്ട് മാസ് ഇൻ ടു വെലോസിറ്റി. നമ്പർ വിത്ത് സ്പീഡ് ഇൻ പ്ലാൻ, നമ്പർ വിത്ത് സ്പീഡ് ഇൻ സിസ്റ്റം, ഈ സാധനമാണ്. അപ്പൊ ഞാൻ അതിന്റെ സ്ലൈഡും കൂടെ കാണിക്കാം. സോ ആ സ്ലൈഡും കൂടെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആവും. ഒരു ചെറിയൊരു സ്ലൈഡ് ഞാൻ കാണിച്ചു തരാം. സോ വിൽ ടോക്ക് അബൌട്ട് ഇറ്റ്. സോ എത്ര ആൾക്കാർക്ക് മനസ്സിലായി? ദാറ്റ് ഈസ് യു ഷുഡ് ഹാവ്, നിങ്ങളെ ടീമിൽ നമ്പേഴ്സ് വേണം, നമ്പേഴ്സും വേണം. അതുപോലെ നമ്മളെ ടീമിൽ So this 13 essential set the priority review ചെയ്യാണ്. ഫസ്റ്റ് സെറ്റ് ദ പ്രയോറിറ്റി. ഇന്നലെ വളരെ ഭംഗിയായിട്ട് സുധീഷ് പറഞ്ഞ സെൻസ് ഓഫ് അർജൻസീസ് വെരി എസെൻഷ്യൽ, നോ ഡിപ്പെൻഡൻസി, നമ്മളെ ബിസിനസ് ആണ് മനസ്സിലാക്കി അത് ചെയ്യണം. ദെൻ ഡ്രീം എക്സസൈസ് ഫാന്റാസ്റ്റിക് ഡൺ ബൈ ശ്രീദാസ് കഡ്ലൂർ. ഞാനിപ്പോ സംസാരിച്ച ബിസിനസ് ഡെവലപ്പ് ബിസിനസ് മെന്റാലിറ്റി, ഡെവലപ്പ് ബിസിനസ് മെന്റാലിറ്റി ഇസ് വെരി എസെൻഷ്യൽ. ക്രിയേറ്റ് ദ മൊമെന്റം ആൻഡ് മെയിൻറ്റെയിൻ ദ മൊമെന്റം. സി, ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചറിയാം, ഇവിടെ അടിയിൽ കാണാം സ്പീഡിന്റെ സ്പെല്ലിംഗ്. ആക്ച്വലി സ്പീഡിന്റെ സ്പെല്ലിംഗ് SP2ED. ഇവിടെ 6E. നമ്മുടെ SP ഭാരത് സാർ പറഞ്ഞ എന്റെ സ്പീഡിന്റെ അക്ഷരത്തിൽ E കുറച്ച് കൂടുതലാണ്. എന്തുകൊണ്ടാന്ന് വെച്ചാല് എല്ലാവർക്കും സ്പീഡാ ഇഷ്ടം. നമുക്കറിയാം, ഇപ്പൊ ഹൈവേ വരുന്നുണ്ട്, ആ ഹൈവേയിൽ നമുക്ക് സ്പീഡ് വേണം. പണ്ട് ഞാൻ മാരുതി ഓടിച്ചിരുന്നു, ഞാൻ 40-60 പോയിരുന്നുള്ളൂ. ഞാനൊരു ജോലിക്കാരനായിരുന്നു. അപ്പൊ ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ഓഫീസ് വരെ പോയിട്ടുള്ളൂ, അത്രയും എനിക്ക് പരിചയമുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഹൈവേയിൽ എത്തിക്കഴിഞ്ഞാല് അതേ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് ഞാൻ, നമ്മുടെ വീട്ടിലെ ആൾക്കാർ ഒന്ന് വഴക്ക് പറയും, പിന്നെ നാട്ടുകാരും കാണുമ്പോഴത്തേക്ക് ഈ സ്പീഡ് കണ്ട ആൾക്കാർക്ക് ഇഷ്ടമില്ല. എന്തുകൊണ്ട്? വന്ദേ ഭാരതിലെ ആൾക്കാർ കയറിപ്പോന്നു, പൈസ കുറഞ്ഞിട്ടൊന്നുമല്ല, പക്ഷെ അവർക്ക് സ്പീഡിൽ destination എത്താൻ. So if you want to reach to the destination, you have to create the momentum and maintain the momentum. So ഇത് എങ്ങനെ ചെയ്യുമെന്ന് വെച്ചാല്, നമ്മുടെ ടീമിൽ എത്രമാത്രം കീ ലീഡേഴ്സ് ഉണ്ട്. ഒരു ടീമിൽ സപ്പോസ് 30 ആൾക്കാരുണ്ടെങ്കിൽ ആ 30 ആൾക്കാർ ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരെ, അതിന് വേണ്ടിയിട്ട് ഈ ബിസിനസ് ഞാൻ പഠിച്ച ഒരു ഏറ്റവും വലിയ ലെസൺ വിന്നിംഗ് ടീം കൂടെ പഠിച്ചത്, ദാറ്റ് ഈസ് ഈ ടീം ഡെപ്ത് ഡ്രൈവിംഗിലാണ് ബിസിനസ് ബിൽഡ് ചെയ്യുന്നത്. നമുക്കറിയാം, ഡെപ്ത് ഉണ്ടാവും, വിഡ്ത്ത് ഉണ്ടാവും. സോ ഡെപ്ത് ഗിവ്സ് യു സെക്യൂരിറ്റി ആൻഡ് വിഡ്ത്ത് ഗിവ്സ് യു പ്രോഫിറ്റ്, അല്ലെങ്കിൽ ഇൻകം തരും. സോ സെക്യൂരിറ്റി നിങ്ങൾക്ക് വേണമെന്നുള്ള വളരെ ആവശ്യം തോന്നുകയാണെങ്കിൽ, ബിക്കോസ് നമുക്കറിയാം ഒരു ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫൗണ്ടേഷൻ ക്ലിയർ ആയിട്ട് ബിൽഡ് ചെയ്താൽ അതിന്റെ മുകളിൽ എത്ര വലിയ ബിൽഡിംഗ് കയറ്റിയിടാം. സോ ഡെപ്ത് എന്നുള്ള സാധനം നമുക്ക് തരുന്നത്, നമുക്ക് എല്ലാവർക്കും വെസ്റ്റീജിലെ ഏറ്റവും നല്ല ഹൈ ഇൻകം തരുന്നത് ലീഡർഷിപ്പ് ഓവർ റൈഡിങ് ബോണസ് ആണ്. ലീഡർഷിപ്പ് ഓവർ റൈഡിങ് ബോണസിന് ഏറ്റവും ഹയസ്റ്റ് പേ ഔട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട സാധനം ലീഡേഴ്സ് ആഫ്റ്റർ ലീഡേഴ്സ് ആഫ്റ്റർ ലീഡേഴ്സിന്റെ ലെയർ ഓഫ് ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നതിനെ പറയുന്നത് ഡെപ്ത് എന്ന സാധനം. പലവരും വിചാരിക്കുന്നത് ഒരു നൂല് പോലെ ഇട്ട് ഒന്നിന് താഴെ ഒരാളെ താഴ്ന്നു അതിന്റെ താഴെ വന്നു, അത് ഡെപ്ത് അല്ല, അതിൽ ഷാലോ ഡെപ്ത് എന്നാ പറയുന്നത്. ഡെപ്ത് ഇസ് ദ ലെയർ ഓഫ് ലീഡേഴ്സ്. 5-10 ലെഗിലെ ആൾക്കാരുടെ താഴെ 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 പോയി ഡെപ്ത് ബിൽഡ് ചെയ്ത് ലെയേഴ്സ് ഓഫ് വിഡ്ത്ത് എന്ന് പറയും. അത് ഇതിനെ കുറിച്ചുള്ളൊക്കെ കാസറ്റ്സും CDs ഒക്കെ ഒരുപാട് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ഇറങ്ങിയിരുന്നു. ലെയേഴ്സ് വേണം, 6-10, ഒരാളുടെ താഴെ 6 ലെഗ്, അതിന്റെ താഴെ ഒരു ലീഡർ വന്നു, അതിന്റെ താഴെ 10 ലെഗ്, അതിന്റെ താഴെ 3 ലെഗ്, അതിന്റെ താഴെ 4 ലെഗ്. സോ ദാറ്റ് മീൻസ് ലെയേഴ്സ് ഓഫ് വിഡ്ത്തിന്റെ ഡെപ്തിലേക്ക് പോകുന്നത്. നമ്മളെ ഓരോരുത്തരുടെ വിഡ്ത്ത് നമ്മളെ ഡെപ്ത് പോലെയും തോന്നണം. യു ഹാവ് ടു വർക്ക്. നമ്മൾ വിഡ്ത്തിന്റെ ഒപ്പം വർക്ക് ചെയ്യുന്ന സമയത്ത് ഡെപ്തിൽ പോകുമ്പോഴും പല ആൾക്കാർക്ക് ഡെപ്ത് പോകാൻ ചെറിയ മടി എന്ന് പറഞ്ഞാല്, ഈ ഡെപ്തിൽ പോകുന്നതോളം നമുക്ക് മനസ്സിലാക്കേണ്ടത് മോസ്റ്റ് എക്സൈറ്റഡ് ഡീപ്പസ്റ്റ് പോയിന്റ് എന്നൊരു പോയിന്റ് ഉണ്ടാവും. ദാറ്റ് ഈസ് ലെയേഴ്സ് കഴിഞ്ഞ് നിങ്ങൾക്ക് ഏറ്റവും ഡീപ്പിൽ പോകുമ്പോൾ നമ്മളെ പോലെ ഓരോ കീ ലീഡേഴ്സിനെ പോലത്തെ ഒരാളെ കണ്ടിട്ടും ബേസിക്കലി പറഞ്ഞ 5 ഡീപ്പിലേക്ക് പോകുന്ന സമയത്ത്
നമുക്ക് ഒരു സ്ട്രോങ് ലീഡർ നമ്മളെ പോലത്തെ കിട്ടും. സോ മോസ്റ്റ് എക്സൈറ്റഡ് ഡീപ്പസ്റ്റ് പോയിന്റ് എന്തിനു പറയുന്നു വെച്ചാല് അവിടെ നിങ്ങൾക്ക് 5% ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. പുതിയ ആൾക്കാരുടെ പുതിയ ബ്ലഡ് പുതിയ ആൾക്കാരോട് വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അടുത്ത ലെയറിലേക്ക് പോകാൻ പറ്റും. നമുക്കറിയാം ഒരു കാർ സ്റ്റോപ്പ് ചെയ്ത കാറിന്റെ സ്റ്റിയറിംഗ് തിരിക്കാൻ ഭയങ്കര പടിയാണ്. അതേസമയത്ത് നമ്മൾ റൺ ചെയ്യുന്ന ഒരു കാർ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന കാറിന്റെ സ്റ്റിയറിംഗ് ഒരു ഫിംഗർ കൊണ്ട് തിരിക്കാം. സോ ദാറ്റ് മീൻസ് നമ്മളൊരു മൊമെന്റം ക്രിയേറ്റ് ചെയ്യാൻ ഈ കംപ്ലീറ്റ് ടീമിന്റെ ഒപ്പം മൊത്തം എക്സൈറ്റ്മെന്റിന്റെ മുകളിൽ ബിൽഡ് ചെയ്ത് ഡെപ്തിൽ പോയിട്ട് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് യു ക്യാൻ ഫീൽ ലൈക്ക് ഇറ്റ്സ് ക്രിയേറ്റ് എ മൊമെന്റം ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ the next thing is to maintain the momentum. So function to ഫംഗ്ഷനിൽ കൊണ്ടുപോകുന്ന സമയത്ത് എന്തുമാത്രം ആൾക്കാരെ ഒരു ലെഗിന്ന് അല്ലെങ്കിൽ 5 ലെഗിന്ന് 6 ലെഗിന്ന് കൊണ്ടുപോയി ഇരുത്തിക്കാൻ പറ്റും. ദാറ്റ് ടീം വിൽ ക്രിയേറ്റ് മൊമെന്റം. മൊമെന്റം ഈസ് നത്തിങ് ബട്ട് മാസ് ഇൻ ടു വെലോസിറ്റി, നമ്പേഴ്സ് ഇൻ ടു സ്പീഡ്. നമ്മള് പറ്റുന്ന നമ്മള് 3 ഡീപ്പിൽ പോകുമ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു 40 ആൾക്കാരെ കണ്ടുകിട്ടാൻ പറ്റും. സോ മോസ്റ്റ് എക്സൈറ്റഡ് ഡീപ്പസ്റ്റ് പോയിന്റ് ഈസ് ദ കീ ഫാക്ടർ. മോസ്റ്റ് എക്സൈറ്റഡ് ഡീപ്പസ്റ്റ് പോയിന്റിൽ നമ്മളെ പോലത്തെ ഒരാളെ കിട്ടും. സോ അവിടെ നമ്മൾ ഈ മൊമെന്റം ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഊണും ഉറക്കുന്നുണ്ടോ 90 days മിഷനിലേക്ക് നമ്മൾ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ യു ഹാവ് ടു ത്രോ യുവർ സെൽഫ്. നമ്മളെ വലിച്ചെറിയണം അതിൻ്റെ ഉള്ളിലേക്ക്, എന്നിട്ട് ആ മൊമെന്റം ബിൽഡ് ചെയ്യണം. ആ സാധനം എല്ലാ കാര്യങ്ങളും നമ്മളറിയാം. മിക്സി റൺ ചെയ്തതും അങ്ങനെ തന്നെയാണ്. അതെല്ലാം കറങ്ങുന്ന എല്ലാ സാധനവും സ്പീഡിൽ കറങ്ങുന്ന സമയത്താണ് മൊമെന്റം ബിൽഡ് ചെയ്യുള്ളൂ. സോ ടീമിൽ എപ്പോഴും മൊമെന്റം ഉണ്ടാവണം, മാസീവ് ആക്ഷൻ. സോ നമുക്കറിയാം ഈവൻ ഗാന്ധിജി ഫ്രീഡത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യുമ്പോൾ ഒരാൾ മൈൻഡിൽ ക്രിയേറ്റ് ചെയ്തു, ആ മൈൻഡിന്റെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്ത ഒരു മൊമെന്റം ഫീൽ. ആ മൊമെന്റം ഫീലാണ് പിന്നെ നമ്മൾ കണ്ട ഫ്രീഡം. അല്ലാതെ എല്ലാവരും വരട്ടെ, അവരൊക്കെ ഊണ് കഴിക്കട്ടെ, ഭക്ഷണം കഴിച്ചിട്ട് വേണം പിന്നെ തുടങ്ങാൻ, ഇങ്ങനെ ചെയ്യരുത്. വൺസ് യു ക്രിയേറ്റ് ദ മൊമെന്റം ഇൻ ദ മൈൻഡ് ദെൻ ഇറ്റ് ഷുഡ് ബി എക്സിക്യൂട്ടഡ് ഇൻ ദ ടീം. സോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ യു ഗോ ടു ദ ഡീപ്പസ്റ്റ് പോയിന്റ്. ഈ അടിക്ക് പോകുന്ന സമയത്ത് കംപ്ലീറ്റ് ലെയേഴ്സ് ഓഫ് ലീഡർഷിപ്പ് അറിയിച്ച് പോകണം. അവരെയും കൂടെ കൂട്ടി പോകുന്ന സമയത്ത് ഡെപ്ത് ബിൽഡ് ചെയ്യുന്ന സമയത്ത് ഇറ്റ്സ് എ ഈസി. ഡെപ്ത് ബിൽഡിങ്ങും ഡെപ്ത് ഡ്രൈവിങ്ങും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. സോ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ നമ്മൾ പഠിച്ചിരിക്കേണ്ട ഏറ്റവും വലിയ ലെസൺ ഡെപ്ത് ഡ്രൈവിംഗ് ആൻഡ് ഡെപ്ത് ബിൽഡിംഗ്. ഇതിനു വേണ്ടിയിട്ട് ഒരുപാട് കാസറ്റ്സ് നമ്മളെ ഗ്രേറ്റ് SP സാറ് ചീഫ് മെന്റർ ഇതിനെക്കുറിച്ച് ഇറക്കിയിട്ടുണ്ട്. സോ നമുക്കറിയാം ഇപ്പൊ ഒരു വെള്ളം ഒഴുകി വരികയാണ്. ഇപ്പൊ ഗംഗ ഒഴുകിക്കൊണ്ട് ഗംഗോത്രിയിൽ നിന്ന് ഒഴുകി വരുന്ന സമയത്ത് അത് ഭയങ്കര ഫോഴ്സ് കൂടെ കടക്കും. അത് ലക്നൗ കൂടെ പോകും, കാൺപൂർ കൂടെ പോകും, സാലിഗ്ര, ഇങ്ങനെ ഓരോ സ്റ്റേറ്റ് കൂടെ കടന്നു പോകുമ്പോൾ അവിടെ കിടക്കുന്ന ഒരു മോശം കല്ലുകൾ പോലും ആ വെള്ളത്തിന്റെ ഫോഴ്സ് കൊണ്ട് കണ്ടിന്യൂസ് ഹിറ്റിംഗ് ആ വെള്ളത്തിന്റെ ഒപ്പം ആ കല്ലുകൾ നല്ല സ്മൂത്ത് കല്ലാവും. അതിനെ ശരിക്കും പറഞ്ഞാൽ അത്രയും സോഫ്റ്റ് കല്ലാവും. നമുക്കറിയാതെ അതെടുത്തിട്ട് നമ്മൾ വീട്ടിൽ കൊണ്ടുവരാൻ തോന്നുന്നു. സോ അതിന്റെ മുകളിൽ കണ്ടിന്യൂസ് വെള്ളം പോകുന്നത്, വെള്ളത്തിന്റെ ഫോഴ്സ് അടിക്കുന്ന സമയത്ത് എനിബഡി വിൽ ഷേപ്പ്. സോ നമ്മളെ സംബന്ധിച്ചുള്ള നമ്മളെ ബിസിനസ്സിൽ വരുന്ന ആൾക്കാർക്ക് റോ മെറ്റീരിയൽസ് ആണ്. സോ റോ മെറ്റീരിയൽ വരുന്ന സമയത്ത് അവരെ പോളിഷ് ചെയ്തെടുക്കണമെങ്കിൽ യു ഹാവ് ടു പ്ലഗ് ഇൻ ടു ദ സിസ്റ്റം. സോ ദാറ്റ് മീൻസ് അവർക്ക് ചിലവർക്ക് DLCP പോകാൻ ഇഷ്ടമായിരിക്കും, ചിലവർക്ക് ഒരുമിച്ച് നിന്ന് ചാവടിക്കാൻ ഇഷ്ടമായിരിക്കും. എപ്പോഴും നമ്മൾ കംഫർട്ടബിൾ ആൾക്കാർ കൂടെ കൂടുതൽ വർക്ക് ചെയ്യണം. നമുക്ക് സ്ട്രെസ് റിലേറ്റഡ് ഗ്രൂപ്പിലൊപ്പം നമ്മൾ അധികം വർക്ക് ചെയ്ത്, കാരണം നമുക്ക് ചൂസ് ചെയ്യാം. നമുക്ക് ഇഷ്ടംപോലെ ലെഗ്സ് സ്പോൺസർ ചെയ്യുമ്പോൾ യു ഹാവ് എ ചോയ്സ് ടു ബിൽഡ് എ ബിസിനസ്. സോ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതിനുവേണ്ടി ഏറ്റവും നല്ല കാസറ്റ് ആണ് തിങ്ക് ഫണ്ടമെന്റൽ ആൻഡ് ഗ്രോ റിച്ച് എന്നുള്ള ഒരു CD ഉണ്ട്. അത് കേട്ട് നോക്കി അറിയാൻ പറ്റും. സോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാല് നമ്മളെ കയ്യിൽ കിടക്കുന്ന മൊബൈല് ഇറ്റ്സ് എ ബിഗസ്റ്റ് ടൂൾ. നമുക്ക് പലപ്പോഴും ഇത്തരത്തിലെ ടൂൾസ് നമുക്ക് മനസ്സിലാവാതെ പോകുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാല് നമുക്കറിയാം കോവിഡിന് മുൻപത്തെ ഒരു ലോകവും കോവിഡ് കഴിഞ്ഞ ഒരു ലോകവും വേറെയാണ്. അത് ദാറ്റ് ഈസ് കംപ്ലീറ്റ് തോട്ട് പ്രോസസ് ചേഞ്ച് ആയി. ആൾക്കാരെ ബൈങ് രീതി മാറിക്കഴിഞ്ഞു. ആൾക്കാർ മൊബൈൽ ആപ്ലിക്കേഷനിൽ ഓൺലൈനിൽ ഓർഡറിങ്, ഇങ്ങനെ കുറെ ഡിഫറെന്റ് സ്പെൻഡിങ് പവർ ഒക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ വി നീഡ് ടു അഡോപ്റ്റ് വിത്ത് ദ മൊബൈൽ ഒരിക്കലും കളിക്കേണ്ട സാധനമല്ല. ഇറ്റ്സ് എ ബിഗസ്റ്റ് ടൂൾ. വേൾഡിനെ ഫിംഗർ ടിപ്പിൽ കൊണ്ടുവരാൻ പറ്റിയ ഒരു സാധനം മൊബൈൽ. പലരും മൊബൈൽ കിട്ടിയിട്ട് മിസ്യൂസ് ചെയ്യുന്നവരെ എനിക്കറിയാം. സോ ഒരിക്കലും ചെയ്യരുത്. അതുകൊണ്ട് തന്നെ മൊബൈലിൽ നിങ്ങൾക്ക് കലണ്ടേഴ്സ് ഉണ്ട്, അതിന്റെ ഉള്ളിൽ തന്നെ ഇപ്പൊ നമുക്ക് CP ആപ്ലിക്കേഷൻസ് ഉണ്ട്. ആ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അറിയാൻ പറ്റും. വേൾഡിനെ കംപ്ലീറ്റ് കണക്ട് ചെയ്യാം. കാരണം വേൾഡ് സോഷ്യലൈസിങ് ഇഷ്ടപ്പെടുന്നുണ്ട്. യു ഷുഡ് ബി എ ബ്രാൻഡ്. ഇപ്പൊ ബ്രാൻഡിങ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ആൾക്കാർ തെരഞ്ഞു വരും. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, മൊബൈൽ തന്നെ നമുക്കറിയാം.
ആപ്പിൾ ഒരിക്കലും നമ്മൾ വിൽക്കാൻ പോകേണ്ട ആവശ്യമില്ല, അത് വാങ്ങുന്ന സാധനമാണ്. ദാറ്റ് ഇസ് പീപ്പിൾ ഡോണ്ട് സെൽ ആപ്പിൾ ഫോൺ, പീപ്പിൾ ബൈ ഫോൺസ്. സോ നമ്മളുടെ പ്രൊഡക്റ്റുകളും നമ്മൾ വീട് കയറി വിൽക്കേണ്ട സാധനമല്ല, പീപ്പിൾ വിൽ സ്റ്റാർട്ട് ബൈങ് ഇറ്റ്. സോ നമുക്ക് അതിനെ കുറിച്ച് നോളജ് കിട്ടിക്കഴിഞ്ഞാൽ യു ബിക്കേം എ ബ്രാൻഡ്, പീപ്പിൾ വിൽ കീപ് ഓൺ ആസ്കിങ് യു. സോ mobile is a main instrument. You have to overbook your calendar. 30 days the calendar is completely filled ആയിരിക്കണം. So that is very important. So എപ്പോഴും നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ ബിസിനസ് നമ്പേഴ്സിന്റെ ഗെയിമാണ്. ഡോണ്ട് ഡിപ്പെൻഡ് ഓൺ ചിലവരെ കിട്ടിക്കഴിഞ്ഞാൽ അവരെ കൂടെ തന്നെ സ്പെൻഡ് ചെയ്യും. ഡോണ്ട് സ്പെൻഡ് ലൈക്ക് ദിസ്. നിങ്ങൾ ഫൈൻഡ് ചെയ്യേണ്ടത് നെക്സ്റ്റ് ആരാണ് ഏറ്റവും എക്സൈറ്റഡ്, മോസ്റ്റ് എക്സൈറ്റഡ്, ഡീപ്പസ്റ്റ് എക്സൈറ്റഡ്, അവരുടെ കൂടെ ബിൽഡ് ചെയ്യുക. ചിലപ്പോൾ അവർക്ക് 3 ലെഗ് നമ്മൾ ബിൽഡ് ചെയ്യേണ്ടി വരും. ആ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ആളെ കിട്ടുമ്പോൾ അതിന്റെ ഡെപ്ത് പോവാ. ഡെപ്ത് ഡ്രൈവിംഗ് ഈസ് ദി fundamentally game plan in network marketing business. Are you agree with me? If you agree, type yes. കാരണം അതൊരു ഭയങ്കര ഫണ്ണാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ ബിസിനസ്സിൽ പറയാൻ വെച്ചാൽ ഈസ് ഡെപ്ത് ഡ്രൈവിംഗ്. ഡെപ്ത് ഡ്രൈവിംഗിൽ നമുക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് അത്ര 100% യു വിൽ ഗെറ്റ് റെസ്പെക്ട്, കാരണം നിങ്ങൾ ഏറ്റവും ബോട്ടത്തിൽ പോയി വർക്ക് ചെയ്യുന്ന സമയത്ത്. സോ നൗ you agree with Dr. Sophia. Thank you so much for agreeing with me, with winning team. So keep driving your force. Then comes go-getter. നമ്മുടെ ബിസിനസ്സിൽ പറയാറുണ്ട് നമ്മളൊരു കോർ ആവണം. എന്താ ഈ കോർ എന്ന് പറഞ്ഞാല് 150 PV ചെയ്യുമ്പോൾ നമ്മൾ കോർ ആവുന്നതല്ല. കോർ എന്ന് വെച്ചാൽ അതിനൊപ്പം തന്നെ കുറെ കാര്യങ്ങൾ ചെയ്യാണ്ട്. ബി എ പ്രസന്റർ, യു മസ്റ്റ് ബി ഇൻ ദ സിസ്റ്റം, യു ഹാവ് ടു ഫോളോ 10 core steps. ഈ 10 core steps ഞാൻ ജസ്റ്റ് ഇതിൽ കാണിച്ചു തരാം. അത് ഈ ഗോ ഗെറ്റർ കാണിക്കുന്ന സമയത്ത് നിങ്ങൾ എത്ര പേര് കണ്ടു എന്നറിയില്ല, എന്നാലും ഞാൻ ജസ്റ്റ് അത് കാണിക്കാൻ പറ്റും നോക്കട്ടെ. ഒരു മിനിറ്റ്. വിന്നിംഗ് ടീമിന്റെ ആപ്പ് നിങ്ങൾ തുറന്നു കഴിഞ്ഞാല്, ഇഫ് യു ഓപ്പൺ ദ വിന്നിംഗ് ടീം ആപ്പ്, ഇവിടെ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഒറ്റ സെക്കൻഡ്. ഇത് കാണാവല്ലേ? കുറച്ചു പേർക്ക് കാണാൻ പറ്റും. ഇതാ കണ്ടോ? ഇത് 10 core സ്റ്റെപ്പ് സിസ്റ്റത്തിന്റെ ഉള്ളിലാട്ടോ. ഇവിടെ ഡിഫൈൻ യുവർ ഡ്രീം, CD മീറ്റിംഗ്സ്, 100% പ്രൊഡക്റ്റ് യൂസ്, മേക്ക് എ ലിസ്റ്റ്, ഇൻവൈറ്റ് ആൻഡ് കോൺടാക്ട്, ഷോ ദ പ്ലാൻ, ഗെറ്റിംഗ് സ്റ്റാർട്ടഡ്, കൗൺസിൽ വിത്ത് അപ്ലൈൻ, അക്കൗണ്ടബിലിറ്റി, ലേണബിൾ, ടീച്ചബിൾ, ഇങ്ങനെയൊക്കെ പറയുന്നത്. സോ ഇന്ന് രാവിലത്തെ ഡേറ്റ് 23 കാണാൻ പറ്റും, 23 മാർച്ച് കാണാൻ പറ്റും. സപ്പോസ് നിങ്ങൾ രാവിലെ എഴുതിയിട്ട് ഹൗ ഐ ആം ഗോയിങ് ടു മേക്ക് ഇറ്റ് ഹാപ്പൻ, നിങ്ങൾ എത്ര ചെക്ക് എഴുതി വെച്ചിട്ടുണ്ട് അത് നോക്കി, നിങ്ങൾ ഡ്രീം ബുക്കിൽ നോക്കി വായിച്ചു, ഇല്ലെങ്കിൽ വാളിൽ നോക്കി വായിച്ച്, ഇതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ രാവിലെ എഴുതുമ്പോൾ yes, I am going to make it happen, come what may, go crown with 1 lakh rupees എന്ന് പറഞ്ഞാൽ നിങ്ങൾ അന്ന് ഡിഫൈൻ ഡ്രീം ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് നോ എന്നുള്ള സ്ഥലത്ത് യെസ് ആക്കുക. കണ്ടോ? നിങ്ങൾ യെസ് ആക്കി. സപ്പോസ് നിങ്ങൾ ഇന്ന് ബുക്ക് വായിച്ചിട്ടില്ല, പറ്റിയിട്ടില്ല, ഡോണ്ട് വറി. പക്ഷെ നിങ്ങൾ കോൺഷ്യസ് ആയി മതി. ഇന്ന് നിങ്ങൾ പ്രൊഡക്റ്റ് യൂസ് ചെയ്തു, ക്ലിക്ക് 100% യൂസ് പ്രൊഡക്റ്റ്. ഇന്ന് നിങ്ങൾ മേക്ക് എ ലിസ്റ്റ് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല, പക്ഷെ നിങ്ങൾ ഇന്നലെ ലിസ്റ്റ് ഉണ്ടാക്കിയ ഒരാ പ്ലാൻ കാണിച്ചു. സോ ഷോ ദ പ്ലാൻ, ക്ലിക്ക് യെസ്. ഡിഡ് യു സീ? ഇത് കണ്ടോ? നിങ്ങൾ ഇത് മൊബൈൽ ആപ്പിൽ നിങ്ങൾക്ക് CP-യിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും ഇത് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ യൂസ് യുവർ ടൂൾ ആസ് ദ മെയിൻ ഇൻസ്ട്രുമെന്റ് ടു മേക്ക് എ ഗുഡ് ഹാബിറ്റ്. നമ്മളെ ഹാബിറ്റ് നന്നാക്കാൻ വേണ്ടി നമ്മൾ ആരും ബോധ്യപ്പെടുത്തേണ്ട, നമുക്ക് നമ്മളെ ബോധ്യപ്പെടുത്തിയാൽ മതി. നമ്മളെ യു ഷുഡ് ബി അക്കൗണ്ടബിൾ ടു യുവർ സെൽഫ്. ആ അക്കൗണ്ടബിലിറ്റി വളരെ യൂസ്. സോ നമ്മുടെ ബിസിനസ്സിൽ പറയുന്ന ഗോ ഗെറ്റ് കോർ ആവണം. നമ്മൾ കോർ ആവുന്നത് 150 PV 2ാം തീയതി 3ാം തീയതിനുള്ളിൽ ചെയ്യുക എന്നുള്ള സാധനം. ഇതൊരു വിന്നിംഗ് ടീമിന്റെ സിസ്റ്റം ആണ്. ഇതൊരു സിസ്റ്റമൈസേഷനിൽ വളരെ ഇമ്പോർട്ടന്റ് കാര്യമാണ്. സോ ഡു 150 പോയിന്റ്. ദെൻ നമ്മൾ പറയുന്നുണ്ട്, നമ്മൾ മോസ്റ്റ് എക്സൈറ്റഡ് ഡീപ്പസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞു, നമ്മൾ 6 ലെഗ്സിനെ സ്പോൺസർ ചെയ്യാൻ പറഞ്ഞു. പിന്നെ നോക്കേണ്ട സാധനം, നമ്മൾ കോർ ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫസ്റ്റ് സർക്കിൾ ആദ്യത്തെ ഫ്രണ്ട് ലൈനർ ആവണം നിർബന്ധമില്ല. ദാറ്റ് മീൻസ് നിങ്ങളെ ഫസ്റ്റ് സർക്കിൾ എന്ന് പറഞ്ഞാൽ ആരാണോ വിന്നിംഗ് ടീമിന്റെ സിസ്റ്റം ഫോളോ ചെയ്യുന്നത്, 100% ഫോളോ ചെയ്യുന്നത്, ആരാണോ പ്ലാൻ കാണിക്കുന്നത്, ആരാണോ നല്ല റിലേഷൻഷിപ്പിൽ, ആരാണോ അപ്ലൈൻ ആയിട്ട് കണക്ടിവിറ്റി, ഇവര് ചിലപ്പോൾ നിങ്ങൾക്ക് 7ാമത്തെ ഡീപ്പിൽ ഫസ്റ്റ് ആളായിരിക്കും. സോ ഹി വിൽ ബി ദ ഫസ്റ്റ് സർക്കിൾ. ആൻഡ് ഫസ്റ്റ് സർക്കിളിനെ പ്രോഫിറ്റബിൾ ആക്കണം. ഗെറ്റിംഗ് ദ ഫസ്റ്റ് സർക്കിൾ റൈറ്റ്. ആദ്യത്തെ ഒരു സർക്കിളിനെ നമ്മൾ വട്ടം വരക്കുന്ന
നിങ്ങളെ 15 ലെഗ് ഉണ്ടെങ്കിലും അതിൽ ചിലപ്പോൾ ആദ്യത്തെ ലെഗിൽ രണ്ടാമത്തെ ആളായിരിക്കും ഫസ്റ്റ് സർക്കിൾ ആവുന്നത്, സെക്കൻഡ് ലെഗിൽ ചിലപ്പോൾ 7ാമത്തെ ഡീപ്പിലായിരിക്കും ഫസ്റ്റ് സർക്കിൾ. ദാറ്റ് ഈസ് യുവർ ഫസ്റ്റ് സർക്കിൾ. സോ മേക്ക് ദാറ്റ് ഫസ്റ്റ് സർക്കിൾ റൈറ്റ്. ആ വ്യക്തി നിങ്ങൾ ആളായി കഴിഞ്ഞാൽ യു നീഡ് ഓൺലി 16 legs ഫോർ ബിക്കമിങ് എ DUCD. ഈസ് ഇറ്റ് ക്ലിയർ? സോ 10th നമ്മൾ ഈ ആരെ ചീറ്റ് ചെയ്യല്ലോ, എപ്പോഴും നമ്മൾ പറയുന്നത് ഡു ദ റൈറ്റ് തിങ് വെൻ നോബഡി ഈസ് ലുക്കിംഗ് അറ്റ് യു. ആരും നോക്കാത്ത സമയത്ത് നമ്മൾ ചെയ്യണം. നമ്മൾ പറ്റുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് വെച്ചാല് നമ്മളൊക്കെ നേരത്തെ ചെയ്ത ഒരു സാധനമാണ്. നമ്മൾ വിചാരിക്കും അത് സാരില്ല, ഇന്നിപ്പോ ഒരു ലിസ്റ്റ് ഉണ്ടാക്കില്ല. അങ്ങനെ ചെയ്യുമ്പോൾ വെച്ചാൽ വി ആർ മേക്കിംഗ് എൻ എക്സ്ക്യൂസ് വിത്തൗട്ട് ഡ്രീംസ്. നമ്മളെ സ്വപ്നത്തിനോടുള്ള ഒരു ഡ്രീംസ് എക്സ്ക്യൂസ്. ദിസ് ബിസിനസ് ഇസ് വെരി സിമ്പിൾ, ഇറ്റ്സ് നോട്ട് സോ ഈസി. ബട്ട് ഇതിൽ ആൾക്കാരെ ഡീൽ ചെയ്യാൻ പറ്റിയ ദ ഗ്രേറ്റസ്റ്റ് അസറ്റ് ഈസ് പീപ്പിൾ. ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇന്ന് കേരളത്തിലെ നോക്കിക്കഴിഞ്ഞാൽ ഭരതേട്ടൻ DUCD എത്ര പ്രായമുണ്ട് നോക്കി. അദ്ദേഹം വിയറ്റ്നാം, അദ്ദേഹത്തിന്റെ മകൻ ഈ ബിസിനസ്സിൽ വന്നു, അവര് DCD ആയി. ഇപ്പൊ ഇത്രയും വരുന്നുണ്ടെങ്കിൽ ദ സിസ്റ്റം ഈസ് വെരി ക്ലിയർ. സോ വിന്നിംഗ് ടീമിന്റെ സിസ്റ്റം പ്രകാരം നമ്മൾ പഠിക്കേണ്ട ഏറ്റവും നമ്പർ 1 ലെസൺ ഈസ് ടു ഫോളോ ദ സിസ്റ്റം 100% ബ്ലൈൻഡ്ലി. കാരണം ഇതിൽ കൂടിയാണ് ഇന്നലെ ഷിത പറയുന്നത്, വിന്നിംഗ് ടീമിന്റെ ഒരു സിസ്റ്റത്തിൽ കൂടെ ഞാൻ വന്നിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ വീട്ടമ്മേനെ ചിലപ്പോൾ വൈ. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ സമീർ 100% നോ റെസ്റ്റ്. 90 days എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ 90 days ഗെയിമാണ്. ഒരിക്കലും ഇതിന്റെ ഒരു 100% ഞാൻ പറയുകയാണെങ്കിൽ ഒരിക്കലും ഒരു 10 വർഷം കഴിഞ്ഞിട്ട് ഒരാൾ ബ്രോൺസ് ആവേണ്ട ആവശ്യമില്ല. ഇറ്റ് വിൽ ഓട്ടോമാറ്റിക് ഹാപ്പൻ. ബട്ട് 90 daysലാണ് നിങ്ങൾ ഗോൾഡ് ആവുന്നത്, 90 daysലാണ് UCD ആവുന്നത്, 90 daysലാണ് DUCD ആവുന്നതും. 90 days ഒരു സീക്രട്ട് ആണ്. 90 days ഈസ് എ മിഷൻ. കാർഗിൽ യുദ്ധം മിഷൻ, എല്ലാ സാധനങ്ങളും നേടിയെടുക്കുന്നത് 90 days. സോ യു ഹാവ് മാർച്ച് കഴിഞ്ഞ് ഏപ്രിൽ മെയ് ജൂൺ ഫസ്റ്റ് 90 days, ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ സെക്കൻഡ് 90 days. സോ ജൂൺ ആകുമ്പോഴത്തേക്ക് കമ്പനി 20th year ആവുന്ന സമയത്ത് യു വോണ്ട് ബിലീവ്. ഞാൻ പറയുകയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന 144 ആൾക്കാർ ദ ഗോൾഡൻ, യു ആർ സിറ്റിംഗ് ഓൺ ദ ഗോൾഡ് മൈൻ. എന്തുകൊണ്ടറിയോ? ഇത് ജ്യോതിഷ് സാറിനൊക്കെ അറിയാം ശരിക്കും. ഇത് ഒരു വ്യക്തി, ഏൾ നൈറ്റിംഗിൽ നിന്ന് ഒരു വ്യക്തി പറഞ്ഞിട്ടുണ്ട്, യു ബിക്കം വാട്ട് യു തിങ്ക് അബൌട്ട്. നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് നിങ്ങൾക്ക് സംഭവിക്കും. അദ്ദേഹം പറഞ്ഞിരുന്നു, ആ 1950s ആ കാസറ്റ് ഒക്കെ ഇറങ്ങിയിരുന്നു. അദ്ദേഹം പറഞ്ഞിരുന്നു 1950s 10-40 വയസ്സുള്ള ആൾക്കാരൊക്കെ അവർ പറഞ്ഞിരുന്ന ഒരു കാര്യം, 2020 ആവുമ്പോഴത്തേക്ക് ദ വേൾഡ് വിൽ ബി സോ ബ്യൂട്ടിഫുൾ. അന്ന് ജീവിക്കുന്ന ആൾക്കാരെ കുറിച്ച് ഓർത്തിട്ട് അവർ എക്സൈറ്റഡ് ആയിരുന്നു. ദാറ്റ് മീൻസ് അവര് 1903 1905 1908 ജനിച്ച ആൾക്കാരാണ്. അന്ന് ഞാൻ അവരെ സംബന്ധിച്ച് ഒരു ഹോപ്പും ഇല്ല. ഈവൻ കാർ മാനുഫാക്ചറിങ് വന്നിട്ടില്ല, ഒന്നും ഇല്ലാത്ത സമയത്ത് അവർ പറഞ്ഞിരുന്നത് 2020 സമയത്ത് ഒരു കൂട്ടം ആൾക്കാർ വരും. ദേ ആർ ദ മോസ്റ്റ് ബ്ലസ്ഡ് പീപ്പിൾ ഇൻ ദ വേൾഡ്. അവർ എൻജോയ് ചെയ്യുന്ന സാധനം ശരിയല്ലേ? നമ്മൾ പറഞ്ഞത് പണ്ട് നമ്മളൊരു അംബാസിഡർ കാർ കണ്ട സമയത്തുള്ള ഒരു കാറും ഇന്ന് ഇപ്പൊ സുധീഷ് ഓടിക്കുന്ന MG ഹെക്ടറും ഇങ്ങനത്തെ വലിയ വലിയ വണ്ടി, ജസ്റ്റ് യൂത്ത് ഓടിക്കുന്നത് വലിയ വലിയ കാർ ഓടിക്കുകയാണെങ്കിൽ വി ആർ റിയലി ബ്ലസ്ഡ് ടു ഹാവ് ദിസ്. ഈ ടൈമിൽ ജീവിച്ചിരിക്കുന്നത് തന്നെ ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ്. സോ വി മസ്റ്റ് ഗോ കോർ. ആൻഡ് നമ്മളെ പോലത്തെ 6 ആൾക്കാരെ കോർ ആക്കി കഴിഞ്ഞാൽ വി ബിക്കം ഗോ ഗെറ്റർ. ഇസ് ഇറ്റ് ക്ലിയർ? ഗോ ഗെറ്റർ എന്ന് പറഞ്ഞാൽ ഈ ഗോ ഗെറ്റർ എന്തിനാവുന്നു എന്ന് വെച്ചാൽ യുവർ സ്ട്രക്ചർ എസ്റ്റാബ്ലിഷ് ആയി. ദാറ്റ് ഈസ് നിങ്ങൾ ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞു. ഗോ ഗെറ്റർ ആയി കഴിഞ്ഞാൽ ഗോ ഗെറ്റർ ഫോളോഡ് ബൈ ഗോ ഗെറ്റർ ഫോളോഡ് ബൈ ഗോ ഗെറ്റർ. ദാറ്റ് മീൻസ് ഇറ്റ് വിൽ ക്ലിയർലി ഇൻഡിക്കേറ്റ്സ് വോളിയം വരും, സ്ട്രക്ചർ ക്ലിയർ ആയി, പിന്നെ വരും ഇൻകം 1 lakh plus ആവും. നമുക്ക് ചെയ്യുന്ന മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാല് പ്രകൃതിക്ക് നമുക്ക് തരാനുണ്ടാവും ഒരു സാധനം. നമ്മൾ വെറുതെ കോമൺ സെൻസ് അപ്ലൈ ചെയ്താൽ മതി. നമുക്ക് വരുന്ന ആൾക്കാർ, നമ്മൾ ഡൗൺലൈൻ വരുന്ന ആൾക്കാർ എപ്പോഴും നമ്മളെ പോലെ തന്നെ ആൾക്കാർ വരുള്ളൂ. കാരണം എന്തുകൊണ്ടറിയോ? എന്റെ ക്യാരക്ടർ മോശമാണെങ്കിൽ അതേപോലത്തെ ആൾക്കാർ എന്റെ താഴെ വരുള്ളൂ. ഇപ്പൊ എന്റെ കാര്യം ശുദ്ധമായിട്ടുള്ള മനസ്സുണ്ടെങ്കിൽ എനിക്ക് ശുദ്ധമായ ആൾക്കാർ വരും. കാരണം ബേർഡ്സ് ഓഫ് സെയിം ഫെദേഴ്സ് ഫ്ലോക്ക് ടുഗദർ എന്നറിയും. അത് ഒരിക്കലും നിങ്ങൾ കാണില്ല. തത്ത, മയില്, പരന്ത്, കാക്ക ഒരുമിച്ച് പറക്കുന്ന കാണില്ല. ദേ ആർ ദ സെയിം ഫീച്ചർ, സെയിം കാറ്റഗറി ബേർഡ്സ്, പക്ഷെ ദേ ഡോണ്ട് ഫ്ലൈ. സോ ഹയസ്റ്റ് എനർജിയിലെ ആൾക്കാർ കിട്ടണമെങ്കിൽ യു മസ്റ്റ് ബി എ കോർ, യു മസ്റ്റ് ഗോ ഗെറ്റർ. സോ നമുക്കറിയാം, നമുക്ക് കേരളത്തിലെ വിന്നിംഗ് ടീം എന്ന് വെച്ചാൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ യൂത്ത് ഐക്കൺസ്, ഇപ്പൊ ശ്രീധർ ഇന്നലെ ഫാന്റാസ്റ്റിക്. എനിക്ക് ഭയങ്കര ഐ ഫീൽ സോ പ്രൗഡ്, ഐ എം വെരി താങ്ക്ഫുൾ ടു ദിസ് യൂത്ത് ഐക്കൺസ്. ഇത്രയും നല്ല ലീഡർഷിപ്പ് നിൽക്കുന്ന സമയത്ത് ഇപ്പൊ എല്ലാ വെള്ളിയാഴ്ചയും സൂം മീറ്റിംഗ് ചെയ്യുന്നുണ്ട്. സോ
പീപ്പിൾ ആർ ഗോയിങ് ടു ദ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം. നമുക്ക് എല്ലാം ഈസിയായി. ഈസി ആകുമ്പോൾ നമ്മുടെ മൈൻഡിന് ഒരിക്കലും ഈസിയിൽ നമുക്ക് വിട്ടുപോകാനുള്ള ചാൻസ് ഉണ്ട്. അത് വിടരുത്. നമ്മൾ അതുകൊണ്ട് ബുക്ക് എഴുതണം. എപ്പോഴും നമ്മളെ സംബന്ധിച്ചോളം പ്രിപ്പയർ നോട്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കണം. ഇതുപോലെ നോട്ട്സ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കണം. ബിക്കോസ് റൈറ്റിംഗിൽ നമ്മൾ എഴുതുന്ന സമയത്ത് നമ്മളെ ഫീലിങ്സ് എക്സ്പ്രസ് ആവും. ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ് ചെയ്തിട്ട് കാര്യമില്ല. ഇപ്പൊ ഒരാൾ ചോദിക്കണം വാട്ട് ഇസ് ഇപ്പൊ ഒരു നല്ല ഹൈലി ക്വാളിഫൈഡ് ഒരാൾ ചോദിക്കാണ്, സർ ടെൽ മീ അബൌട്ട് krill ഓയിൽ, വാട്ട് ഈസ് ദ ബെനിഫിറ്റ്, വാട്ട് ഈസ് ദ എന്താണ് അതിൽ പ്രത്യേകിച്ച് നിങ്ങൾ കാണുന്ന ഒരു സാധനം. അപ്പൊ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം, ഇറ്റ് ഹാസ് സർ ഫോസ്ഫോലിപ്പിഡ്സ് ഉണ്ട്, അതുപോലെ omega-3 ഉണ്ട്. ഫോസ്ഫോലിപ്പിഡ് ഇസ് വെരി ഗുഡ് ഫോർ ബ്ലഡ്, അതുപോലെ കൊളസ്ട്രോൾ ലെവൽ കുറയ്ക്കാൻ പറ്റും. ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് എന്നാൽ ഫ്ലാക്സ് ഓയിൽ എടുക്കുന്നതും krill ഓയിൽ എടുക്കുന്നതിന് ഡിഫറൻസ് ഉണ്ട്. ഫ്ലാക്സ് ഓയിൽ എന്ന് വെച്ചാൽ സാധനം ഒരു മാരുതി പോലെയാണെങ്കിൽ ദിസ് ഇസ് ജസ്റ്റ് ലൈക്ക് BMW. ഹി വിൽ അണ്ടർസ്റ്റാൻഡ്, ഹി വിൽ റിലേറ്റ് സൂൺ. സോ എപ്പോഴും ആൾക്കാർക്ക് ക്വാളിറ്റി ഇഷ്ടമാണ്, ക്വാളിറ്റി പീപ്പിൾ ഇഷ്ടമാണ്. സോ ദിസ് സിസ്റ്റം വിൽ മാനിഫെസ്റ്റ് യു. This system will produce so much of diamonds and crowns and UCDs. This system has produced maximum number of leaders with high income. നമുക്കറിയാം ഹൈദരാബാദ് ഇത്രയും മൊമെന്റം ഉണ്ടായത് എന്തുകൊണ്ടാണ്? ദേ പ്ലേഡ് വിത്ത് ദ സിസ്റ്റം. ഞാൻ കണ്ടു ഒരു വെയിറ്റർ, സാധാരണ വെയിറ്റർ, അയാൾ പോലും ഹൈദരാബാദ് ഞാൻ കണ്ടു. ആ വെയിറ്റർ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഹീ ഈസ് ഓൾസോ ഏർണിംഗ് 3 lakhs. മീൻസ് എനിക്ക് വ്യക്തമായിട്ടൊരു കാര്യം മനസ്സിലായി, ദ പവർ ഓഫ് ദ സിസ്റ്റം, ദ പവർ ഓഫ് ദ മൊമെന്റം, the power of core, the power of go-getter, and the system is the ultimate. ഇപ്പൊ ഞാൻ എപ്പോഴും പറയും, സിസ്റ്റത്തിനെ കുറിച്ച് പറയുമ്പോൾ നമ്മളെ കീ ലീഡേഴ്സ് ജ്യോതിഷ് സാറൊക്കെ പറയുന്ന സമയത്ത് എനിക്കറിയാം അത്ര പഞ്ച് ലൈനിലേക്ക് പറയുന്ന സാധനം, സിസ്റ്റം വിൽ റീപ്ലേസ് യു. പേഴ്സണാലിറ്റി ബേസ്ഡ് ബിസിനസ്, നമുക്ക് നമ്മുടെ പേഴ്സണാലിറ്റി ബേസ്ഡ് ബിസിനസ് സിസ്റ്റം ബേസ്ഡിലേക്ക് പോകുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ യു വിൽ ഗെറ്റ് പാസീവ് ഇൻകം. അതർവൈസ് യു ആർ ജസ്റ്റ് ലൈക്ക് ഇൻ എ ആക്റ്റീവ് സോൺ. ആക്റ്റീവ് സോൺ നിങ്ങളെ കൊണ്ട് തന്നെ ആൾക്കാർ ചെയ്യിപ്പിച്ചുകൊണ്ടു. സോ അത് എപ്പോഴും ചെയ്യേണ്ട സാധനം. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഈസ് ഏതൊരാളടുത്തും നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ സംസാരിക്കുന്ന സമയത്ത് യു മസ്റ്റ് ഡിസ്കസ് അബൌട്ട് their dreams, their feelings, what they, and relate them. ഞാൻ ഇങ്ങനെ ഒരാളെ കണ്ടു, ആ വ്യക്തി ഇങ്ങനെ ചെയ്യുന്നുണ്ടു, അദ്ദേഹം ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുമെന്ന് തോന്നിയപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റും, ഞാൻ ചെയ്തു. ഇനി സാറിന് ഞാൻ ബുക്ക് തരാം, ഒന്ന് വായിച്ചു നോക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ടൂൾ ഫ്ലോ, എപ്പോഴും പറയും നിങ്ങളെ നോളജ് പെനിട്രേഷൻ റേഷ്യോ എന്ന് പറയും. നിങ്ങളുടെ ടീമിൽ എത്ര ആൾക്കാർക്ക് ടൂൾ പർച്ചേസ് ചെയ്യുന്നത് അതിന് നോളജ് കിട്ടിക്കഴിഞ്ഞാൽ. മറ്റേത് എന്താ പറ്റുക വെച്ചാൽ നിങ്ങൾ വെറുതെ പറയും, ഒരാളെ കണ്ടപ്പോൾ ജോയിൻ ചെയ്തോ, ആധാർ തന്നാൽ മതി, ID പ്രൂഫ് തന്നാൽ മതി. ഹി ഡസന്റ് നോ വാട്ട് ടു ഡു. അവർ അങ്ങനെ ചെയ്യരുത്. കാരണം ഗുഡ് പീപ്പിൾ ആർ കമ്മിങ് റൈറ്റ് നൗ. ദിസ് ഇയർ വി മസ്റ്റ് ബ്രേക്ക് ബിഗ് പിൻസ്. ദിസ് ഇയർ നമുക്ക് കേരളത്തിലെ ഏറ്റവും വലിയ ഫാന്റാസ്റ്റിക് ലീഡർഷിപ്സ് ഉണ്ട്. 100% if you follow this essential എന്ന് പറയുന്ന സാധനം നമുക്കറിയാം, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് വെരി അർജന്റ്. ആ സാധനം ഇപ്പം നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ 100% I can guarantee that our team, winning team Kerala, total team, it will be the one of the best team ever seen in the history of network marketing. Because ഞാൻ വിശ്വസിക്കുന്നത് പല ആൾക്കാർ ഇവിടെ ഇരിക്കുന്നവരും 20 years എക്സ്പീരിയൻസ് ഇല്ല. ദേ ആർ ദ ഗ്രേറ്റ് ഫിനോമിനൽ. ഫോളോ ദം 100% വാട്ട് ദേ ടെൽ. അവർ നിങ്ങളെ അപ്ലയൻസ് ചിലപ്പോൾ വഴക്ക് പറയുകയാണെങ്കിൽ ദേ ആർ തിങ്കിങ് ഗുഡ് ഓഫ് യു. ദാറ്റ്സ് അവർ ചിലപ്പോൾ നിങ്ങളെ കുറച്ച് ശകാരിക്കുന്നുണ്ടെങ്കിൽ, എന്റെ അപ്ലയൻ എന്നെ വഴക്ക് പറയുന്നുണ്ടെങ്കിൽ ഐ എം 100% ഐ ബിലീവ് ദാറ്റ് ഹീ ഈസ് ലവിങ് മീ. നമ്മളെന്താ ചോദിച്ചാൽ ദേഷ്യം പിടിക്കുമ്പോഴത്തേക്ക് പിന്നെ എന്നാ ശരി എന്ന് പറയുന്നില്ല കാര്യം. എന്നെ SP സാറ് വഴക്കും പറയാറുണ്ട്, ചിലപ്പോൾ നല്ലോണം പറയാറുണ്ട്. ബട്ട് ഹീസ് എ വെരി ലവിങ് പേഴ്സൺ ആൻഡ് ഐ ഹാവ് നെവർ സീൻ സോ ഡൗൺ ടു എർത്ത്. ഇപ്പൊ വിന്നിംഗ് ടീം കേരളയിലെ നമുക്ക് വെങ്കടേഷ് ജി ആയാലും ശരി, ജ്യോതിഷ് സാർ ശരി, മനോജ് പാറയായാലും, ഞാൻ ഒരുപാട് ഷീത, സുരേഷ്, ബാലസുബ്രഹ്മണ്യം സാർ, എല്ലാ ആൾക്കാരും, സുധീഷ്, ശ്രീധർ, എല്ലാവരും ഹൗ ഡൗൺ ടു എർത്ത് ദിസ്. അവരോട് നടന്നാൽ തന്നെ ആ വൈബ് കിട്ടിയാൽ മതി, യു വിൽ ഗ്രോ. സോ ഗ്രോ ഫാസ്റ്റ്. My humble request, അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ റിക്വസ്റ്റ് എന്ന് വെച്ചാൽ 2024 and 2025 we should not miss out. Because 2025 ആകുമ്പോൾ ഓൾ ഓവർ ഇന്ത്യയിൽ പറയുന്നത് 64,500 crores ഈ ഇൻഡസ്ട്രി ടച്ച് ചെയ്യുമ്പോൾ യു ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് മില്യനർ ഓർ ബില്യനർ. പറയപ്പെടുന്നത് വെൽനസ് ട്രില്യനേഴ്സ് വരികയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് you must encash maximum amount. This is the best time you can ever think. So keep growing and keep shining. Thank you so much. Back to host. Thank you, sir. Thank you so much. സാറ് കുറെ കാര്യങ്ങളെ കുറിച്ച്, എസൻഷ്യലിനെ കുറിച്ച് പറഞ്ഞു.
ടൂൾ എങ്ങനെ ഉപയോഗിക്കണമെന്നും ടൂളാണ് നമുക്ക് ബിസിനസ്സിനെ നമ്മൾക്ക് പകരം സംസാരിക്കുന്നത്. നമ്മുടെ പ്രൊഫൈൽസിനോടൊക്കെ സ്ട്രേഞ്ചേഴ്സിനോടൊക്കെ സംസാരിക്കുന്നത് ടൂളാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെയാണ് സ്പീഡില് പ്ലാൻ പറയണം, സ്പീഡില് സിസ്റ്റം ഫോളോ ചെയ്യണം. എത്രയും കൂടുതൽ സ്പീഡിൽ നമ്മൾ വർക്ക് ചെയ്യുന്നോ അത്രയും കൂടുതൽ നമ്മൾ പ്രോഫിറ്റബിൾ ആയി മാറും. പിന്നെ മൊമെന്റം ക്രിയേറ്റ് ചെയ്യുന്നത്, മൊമെന്റം ക്രിയേറ്റ് ചെയ്യുക, മൊമെന്റം മെയിൻറ്റെയിൻ മൊമെന്റം ചെയ്യും. എല്ലാതും ഡെപ്ത് ഡ്രൈവിങ്ങിലൂടെ നമ്മുടെ ബിസിനസ് വളരുന്നു പറഞ്ഞു. വിഡ്ത്ത് നമുക്ക് ഇൻകം തരും, ഡെപ്ത് നമുക്ക് സെക്യൂരിറ്റി തരും. നദിയിലെ വെള്ളമൊഴുകി കല്ല് സ്മൂത്ത് ആവുന്നത് പോലെയാണ് നമ്മളുടെ ബിസിനസ്സിൽ നമ്മള് സ്മൂത്തായി വരുന്നത്. നമ്മളുടെ കൾച്ചർ മാറും, അതേസമയം നമുക്ക് നല്ലൊരു ഇൻകം കിട്ടും. പിന്നെ ഗോഗട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 കോർ സ്റ്റെപ്പ് ഫോളോ ചെയ്യാം. 10 കോർ സ്റ്റെപ്പ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ബിസിനസ് നല്ല നിലയിൽ ഉയർന്നു വരാനായിട്ട് സാധിക്കും. എല്ലാവരും 10 കോർ സ്റ്റെപ്പ് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. പഠിക്കുക, ബൈഹാർട്ട് ആക്കുക. പിന്നെ ഓരോ പ്ലാനും 90 ഡേയ്സിലാണ് സെറ്റ് ചെയ്യുന്നത്. എന്തുണ്ടെങ്കിലും നമ്മള് 90 ഡേയ്സിൽ, അത് പുറത്തുള്ള ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ ബിസിനസ് മാത്രമല്ല, നമ്മൾ വേറെ എന്തെങ്കിലും അച്ചീവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മള് 90 ഡേയ്സ് ആണ് എല്ലാവരും സെറ്റ് ചെയ്യുന്നത്. ആ 90 ഡേയ്സ് ഒരു ഫിക്സഡ് ഡേയ്സ് ആണ്. ആ ഡേയ്സിനുള്ളിൽ 90 ഡേയ്സിൽ സെറ്റ് ചെയ്തിട്ട് നമുക്കത് വിജയിക്കാൻ പറ്റിയില്ലെങ്കിൽ തന്നെ വീണ്ടും നമ്മൾ 90 ഡേയ്സ് സെറ്റ് ചെയ്തു. ഇങ്ങനെ കുറച്ചധികം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സാറ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്തു. വെരി വെരി താങ്ക്സ് ടു സാർ. നമ്മളുടെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായി. അതുകൊണ്ട് നമ്മൾക്ക് സാറിന് വളരെയധികം നന്ദിയോടെ ഓർത്തുകൊണ്ട് നമുക്ക് നമ്മുടെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു ഓൾ, താങ്ക് യു ലീഡേഴ്സ്. ഓക്കെ, ബൈ.